من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. ഇപ്പോൾ നജസ്, ഹുക്മിയായ നജസ്, ഹഖീഖിയായ നജസ്, ഇങ്ങനെ രണ്ട് സാധനമുണ്ട്. ഹുക്മിയായ നജസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതെങ്ങനെ ശുദ്ധീകരിക്കുക, വലിയ ശുദ്ധി, ചെറിയ ശുദ്ധിയൊക്കെ ഉണ്ടല്ലോ. ഇനി ഒറിജിനൽ നജസ് ഉണ്ടല്ലോ, കാഷ്ടം, മൂത്രം, ഇതിനെങ്ങനെയാണ് നീക്കം ചെയ്യുക, അതിൽ നിന്ന് എത്ര അളവാണ് മാപ്പ് ചെയ്യപ്പെടുക, എങ്ങനെയാണ് അത് ശുദ്ധിയാക്കുക തുടങ്ങിയിട്ടുള്ള ചർച്ചകളാണ് ഇനി നമ്മൾ ആരംഭിക്കുന്നത്. നജസ് എന്നതിന് ജമ്മാണ് അഞ്ചാസ്. നജസ് തങ്കസിമുൻ നജാസത്തു ഇലാ ഖിസ്മൈൻ. ഒന്ന് ഖലീലത്ത്. ഈ ഖലീൽ എന്ന് പറയുമ്പോഴേ അഫു ചെയ്യപ്പെടുന്ന അളവ് കുറവായിരിക്കും എന്നർത്ഥം. ബാക്കി ശുദ്ധിയാക്കലൊക്കെ ഒരേപോലെ തന്നെ മിക്കവാറും. ശുദ്ധിയാക്കുന്നിടത്തൊക്കെ ഒരേമാതിരി തന്നെയാണ് ഖലീലും ഖഫീഫും ഒക്കെ. ഗൗരവമേറിയ നജസും ലഘുവായ നജസും ശുദ്ധിയാക്കുന്നത് രണ്ടും ഒരേപോലെയാണ്. അഫ്വ് ചെയ്യപ്പെടുന്നിടത്തൊരു വ്യത്യാസം ഉണ്ടാവും. ഇതാണ് ഖലീലത്ത് എന്ന് പറയാൻ കാരണം. മനസ്സിലാക്കണത് ഒരു പോയിന്റ് പ്രത്യേകം മനസ്സിലാക്കണം. ഷാഫി മദ്ഹബിൽ അങ്ങനല്ല. ഖലീലായ നജസ് ആകുമ്പോൾ അത് നായ, പന്നിയാണ്. അതിൻ്റെ ശുദ്ധീകരണത്തിലാണ് പ്രശ്നം. അതിന് മണ്ണും 7 വട്ടം കഴുകലൊക്കെ വേണം. കേൾക്കുന്നുണ്ടല്ലേ? ഹലോ, അപ്പൊ ഷാഫി മദ്ഹബിൽ ഖലീലായ നജസ് എന്ന് പറഞ്ഞാൽ അതിന് ശുദ്ധീകരണത്തിലാണ് വ്യത്യാസമുള്ളത്. നായ, പന്നിയൊക്കെ 7 വട്ടം കഴുകണം, മണ്ണ് കൂട്ടണം എന്നുള്ളത്. ഹനഫി മദ്ഹബിൽ അങ്ങനല്ല. ശുദ്ധീകരണം രണ്ടും ഒരേപോലെ. പിന്നെന്താ വ്യത്യാസം? അഫ്വ് ചെയ്യപ്പെടുന്ന അളവ്. ഇപ്പോൾ ഒരു ദിർഹമിൻ്റെ അളവേ ഉണ്ടാവുള്ളൂ ഖലീലായ നജസാകുമ്പോൾ അഫ്വ്. ഖലീലല്ലാത്ത നജസാകുമ്പോൾ ഒരു റുബഅ സൗബ്, വസ്ത്രത്തിൻ്റെ 4/1 വരെയൊക്കെ അഫ്വ് ചെയ്യപ്പെടും. ഈ വ്യത്യാസമാണ് ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. അപ്പോൾ ഖലീലത്ത്, ഖഫീഫത്ത്. ഫൽഖലീദത്തുൽ ഖംരി, ഖലീദത്ത് കള്ള് പോലെയാണ്. വദമിൽ മസ്ഫൂഹ്, മസ്ഫൂഹായ രക്തം, ഒലിച്ച രക്തം. ഇപ്പം ഈ മാംസത്തിലുള്ള രക്തം ഒലിച്ച രക്തം എന്ന് പറയില്ല. മാംസമൊക്കെ നമ്മൾ എടുത്താൽ ചെറിയ രീതിയിൽ രക്തമൊക്കെ ഉണ്ടാവില്ലേ, അതിനെക്കുറിച്ച് എന്ത് പറയില്ല, ദമുൽ മസ്ഫൂഹ് എന്ന് പറയില്ല. ജീവികളിൽ നിന്ന് ഒഴുകിയ രക്തം, ജീവികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തം. അതായത് എന്തല്ല, ഏത് രക്തമല്ല? മാംസത്തിലുള്ള രക്തമല്ല, അല്ലെങ്കിൽ അറുത്ത ജീവിയുടെ ഞരമ്പുകൾക്കിലുള്ള രക്തവും പെടൂല. കരളോ ഹാർട്ട് ഇങ്ങനെയുള്ളതിൻ്റെ ഒക്കെ ഉള്ളിലുള്ള രക്തമൊന്നും പെടുന്ന ഒലിച്ച രക്തമല്ല. ഇവിടെ ഒലിക്കുന്ന രക്തം എന്നല്ലേ അർത്ഥം? ഒലിച്ച രക്തം. അപ്പൊ അതിനകത്ത് അറുത്ത ജീവിയുടെ വരുന്നത് അത് ഒലിച്ചു പോയല്ലോ, ശരീരത്തിൽ നിന്ന് ഒലിച്ചു പോയല്ലോ. അതാണ് മസ്ഫൂഹ് എന്ന് പറയുന്നത്. അപ്പോ പേന്, കൊതുക്, ഇതൊന്നും ഇപ്പൊ അങ്ങ് ഒലിച്ചു എന്ന് പറയാനില്ലല്ലോ. അതേപോലെ മത്സ്യത്തിന്റെ ദമൊക്കെ അതിൽപ്പെട്ടതാണ്, വലിയ നല്ലാത്തതാണ്. ഇനി വലഹ്മിൽ മൈത്തത്തി, ശവത്തിന്റെ മാംസം. ഇഹാബുഹ, അതിന്റെ തോല്. ഇഹാബ് കാരണം എന്താ?
തോല്, ഊറക്കിടാത്ത തോല്. ബൗലുമാലായു ഉക്കൽ, തിന്നാൻ പറ്റാത്ത ജീവിയുടെ മൂത്രം. മനുഷ്യൻ അങ്ങനെയുള്ള ജീവികളൊക്കെ അല്ലേ, എലി, പൂച്ച. വനജുൽ കൽബി, നായയുടെ കാഷ്ടം. സിബായി, അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളുടെ കാഷ്ടം. നായ, പന്നി, സിംഹം ഒക്കെ ഉണ്ടാവൂലേ, ആനപ്പിണ്ടി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒക്കെ ഒന്ന് നജ്വ് എന്നാണ് പറയാ. അത് റജി തന്നെയാണ്. റജിയോ സിബ ഒക്കെ കാഷ്ടം തന്നെയാണ് അർത്ഥം. വലു ആബുഹ, അതിൻ്റെ ഉമിനീരും. നജസായ മാംസത്തിൽ നിന്നാണല്ലോ അതിന് ഉമിനീരുണ്ടാവുന്നത്. കോഴിക്കാഷ്ടം, അതിന് ഹർ എന്നാ പറയാം കാഷ്ടത്തിന്. ഒരിക്കൽ നജ്വ്, റജി, ഓരോ ജീവികളുടെയും കാഷ്ടത്തിന് ഓരോ പേരാ. വൽ ബത്തി, ബത്തിൻ്റെയും. വൽ ഇവസി, ഇവസിൻ്റെയും. ഇവസ് പറഞ്ഞതാ യെസ്. ഒന്നും എന്നല്ലേ, വുളൂ മുറിയും. ബിഖുറൂജി, അത് പുറപ്പെട്ടാൽ. മീൻ ബദനിൽ ഇൻസാൻ, മനുഷ്യ ശരീരത്തിൽ നിന്ന് അത് പുറപ്പെട്ടാൽ വുളൂ മുറിയും. അതെല്ലാം ഇപ്പം ശരീരത്തിന് രക്തം പുറപ്പെട്ടു, മനിയ പുറപ്പെട്ടു, മദി പുറപ്പെട്ടു, വദി പുറപ്പെട്ടു, ഇസ്തിഹാദത്ത്, ഹൈദ്, നിഫാസ്, ഛർദി. തൊള്ള നിറച്ച് ഛർദിക്കറിഞ്ഞില്ലേ, വായ നിറച്ച് ഛർദിച്ചാലേ ഒന്ന് പറയാ. ഇതൊക്കെ മനുഷ്യരീരത്തിൽ നിന്ന് പുറപ്പെടലുകൊണ്ട് വുളൂവിനെ മുറിക്കുന്ന എല്ലാ കാര്യങ്ങളും, വുളൂ മുറിയുന്ന എന്തൊക്കെയുണ്ട് അതൊക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ കളി വിട്ടാല് അത് ഗൗരവമായ നശിപ്പെട്ടാണ്. വുളൂ മുറിയോ? കളി വിട്ടാ വുളൂ മുറിയല്ലേ? പിന്നെന്താ? അല്ല, അപ്പൊ അത് കട്ടി കൂടിയ നശിപ്പെട്ടാണ്. അല്ല, അത് നജസ് ആവൂലല്ലോ. അതുകൊണ്ട് അത് വേറെ സാധനം നജസ് ആവൂലല്ലോ. അതുകൊണ്ടാണ് പ്രശ്നം. ആ സാധനം ശുദ്ധിയുള്ളതല്ലേ, വുളൂ മുറിയല്ലേ എന്നുള്ളതല്ലോ. പക്ഷെ ആ സാധനം ശുദ്ധിയല്ലേ, മറ്റേ നജസാണല്ലോ. ശരി. അല്ല, മനുഷ്യന്റെ കീഴ്വാഴു എന്ന് പറഞ്ഞാൽ വായു പറഞ്ഞ സാധനം ശുദ്ധിയുള്ളതാണ്, നജസ് നിന്ന് പുറപ്പെടുന്നതാണെങ്കിൽ പോലും. അതുകൊണ്ട് പിന്നെ അത് നജസാകേണ്ട കാര്യമല്ല. ഓക്കെ. അടുത്തത് അമ്മാൽ ഖഫീഫത്തു. അപ്പോൾ ഖഫീഫ നജസ് എന്ന് പറഞ്ഞാൽ ബൗലിൽ ബറസി. ഖഫീഫ് കേട്ടോളി, കുതിരൻ്റെ മൂത്രം. നമ്മളെപ്പോഴും കുതിരനെ ഉപയോഗിക്കുന്നതാണല്ലോ, അപ്പം അതിന് കുറച്ച് കൂടുതൽ അളവ് കൊടുക്കുകയാണ്. മാംസം അനുവദനീയമായി തിന്നാൻ പറ്റുന്ന ജീവിയാണ്. ഹനഫി മദ്ഹബിലും ഷാഫി മദ്ഹബിലൊക്കെ തിന്നാൻ പറ്റും. കുതിരയല്ലേ? കുതിര. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, മാംസം ഭക്ഷിക്കപ്പെടാൻ പറ്റുമോ എന്നുള്ളത്. ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലൊക്കെ പറ്റും. പിന്നെ വഖദാ ബൗലമായ ലഹ്മുഹു, മാംസം തിന്നപ്പെടുന്ന ജീവിന്റെ മൂത്രം. മാംസം തിന്നപ്പെടുന്ന ജീവിയില്ലേ, ആട്, മാട് ഒക്കെ, ഒട്ടകം, അതിൻ്റെ ഒക്കെ മൂത്രം ഖഫീഫ നജസാണ്. കാരണം അവരൊക്കെ എപ്പോഴും നമുക്ക് അടുക്കേണ്ടയും പെരുമാറേണ്ടയും ജീവികളാണ്. അപ്പോൾ അതിനൊക്കെ അഫു നമുക്ക് കൂടുതൽ വരും. അതുപോലെ ഖർഉ ത്വയ്രില്ല യൂക്കലു, തിന്നാൻ പറ്റാത്ത പക്ഷിയുടെ കാഷ്ടം. പ്രാവ്, മറ്റോ, പ്രാവല്ല, തിന്നാൻ പറ്റാത്ത ജീവികളില്ലേ, കഴുകാനും മറ്റോ ഒക്കെ, അവരുടെ കാഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞിട്ടോ. അപ്പോൾ 2 ഖിസ്മ് പറഞ്ഞു. ഇനി എത്രയാണ് അഫു എന്നകത്ത് പറയുന്നത്? വഅഫിയ ഖദ്റു ദിർഹമി, ഒരു ദിർഹമിൻ്റെ തൂക്കം, അല്ലെങ്കിൽ ഒരു ദിർഹമിൻ്റെ അളവ്, വെള്ളമൊക്കെ ആണെങ്കിൽ മാപ്പ് നൽകപ്പെടും. മിനൽ മുഗല്ലദത്തി, മുഗല്ലദായ നജസാണെങ്കിൽ ഒരു ദിർഹമിനേക്കാൾ കൂടാൻ പാടില്ല. അപ്പം മാപ്പുണ്ടാവില്ല. ഈ മാപ്പുണ്ടാകുക എന്ന് പറയുന്ന അത് വെച്ച് നമസ്കരിക്കാൻ പറ്റുമോ എന്നാണ്? അതെ, നമസ്കരിക്കാൻ പറ്റുമോ? ഷാരി അഫ് ചെയ്തിട്ടുണ്ട്.
ഇനി ഒഹുവ ഒരു നമ്മളെ കൈ ഇങ്ങനെ കൂട്ടി പിടിച്ചാലേ കൈ ഇങ്ങനെ കുഴിയാക്കി ഇങ്ങനെ ഉള്ളിലേക്ക് മുടക്കി പിടിച്ചാൽ അതിൻ്റെ ഉള്ളിലൊരു കുഴി രൂപപ്പെടൂലേ? അതാണ് ഒരു ദിർഹമിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഇനി വമാദൂന റുബൈ സൗബി, വസ്ത്രത്തിൻ്റെ 4 താഴെ ഉള്ള അളവും മാപ്പ് നൽകപ്പെടും. വസ്ത്രത്തിൻ്റെ 4 താഴെ അളവും മാപ്പ് നൽകപ്പെടുന്നതാണ്. അതെ 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 ഹഫീഫത്തുനിന്ന് അവിൽ ബദനി അതാ മുഗല്ലദത്തുനിന്ന് ഒമാദൂന റുബൈൽ ബദനി മിനൽ ഖഫീഫത്തി, ഖഫീഫ നസാവുമ്പോൾ വസ്ത്രത്തിൻ്റെ 4 താഴെ, 4 താഴെ. ഈ വസ്ത്രത്തിൻ്റെ അഫുണ്ട്, നല്ല അഫുവാണ് അല്ലേ? അതെ അതെ. ഇനി ഓഫിയ റഷാഷു ബൗലിൻ കറൂസിലിബിലി, ഒരു സൂചിയുടെ തലയുടെ വലിപ്പമുള്ള മൂത്രത്തിൻ്റെ തുള്ളിയൊക്കെ അഫു ചെയ്യപ്പെടും. സൂചിൻ്റെ തലല്ലേ നൂലൊക്കെ നോൽക്കുന്നേ, അത്ര മൂത്രം തെറിച്ചാൽ എന്താവും? റഷാഷ്, മൂത്രം ഒഴിക്കുമ്പോൾ തെറിച്ചാൽ മാപ്പ് നൽകപ്പെടും. അങ്ങനെ മൂത്രമൊഴിച്ചപ്പോൾ എന്തായി? ചെറിയൊരു തുള്ളി തെറിച്ചു. അങ്ങനെ തെറിക്കുമല്ലോ, ചെറിയ രീതിയിലൊക്കെ തെറിക്കുമല്ലോ. പ്രത്യേകിച്ച് ഈ പള്ളികളിലൊക്കെ നിന്നൊക്കെ അങ്ങനെ മൂത്രമൊഴിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അക്കന്മാരൊക്കെ. ഒരു ഈ സുറൂസുലിബർ റഷാസ്. അപ്പോൾ പല തുള്ളിയാണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ ചെറിയ തുള്ളികളാണ് തെറിക്കുന്നത്. ഒരു തുള്ളിനെ കുറിച്ചല്ലേ പറയുന്നത്, കുറേ തുള്ളി ഇങ്ങനെ തെറിച്ചു. മുഗല്ലദാണെങ്കിൽ പോലും ആ തുള്ളി എത്ര വലിപ്പമുള്ളൂ? ദിർഹമിന്റെ വലിപ്പമൊന്നുമില്ല. എത്രയേ ഉള്ളൂ? സൂചിയുടെ തലയുടെ വലിപ്പം. അതിങ്ങനെ പല സ്ഥലത്തേക്കാൾ തെറിച്ചതിൽ കുഴപ്പമില്ല. ഒരു തുള്ളി മാത്രം തെറിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ മനസ്സിലാക്കരുത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കൈകൾ നിർബന്ധമല്ല നൃത്തം. ഇനിയെന്താ വേറെ മസലയാണ് അല്ലേ? ഇന്നൊരാൾ ചോദിച്ചു, ഈ ഹനഫി മദ്ഹബിലെ സഹ്വിന്റെ സുജൂദ് ഒരു സലാം വീട്ടിയതിന് ശേഷമാണ് അല്ലേ? എന്നിട്ട് പിന്നെ 2ാം സലാം പിന്നെ വീട്ടിലെയ്യാ? പിന്നെ 2 സലാം വീട്ടണം. പിന്നെ 2 സലാം വീട്ടണോ? ആദ്യം അത്തഹിയാത്ത് മുതല് അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു എന്ന് വരെ ഒരു സലാം. വീണ്ടും ആദ്യം മുതല് അത്തഹിയാത്തു ലില്ലാഹി വസ്സലാവാത്തു വത്തൊയ്യിബാത്ത് എന്നതാണ്. എന്നിട്ട് പിന്നെ 2 അങ്ങനെയാണല്ലേ? പിന്നെ സൂറത്ത് ഒഴിവാക്കിയാൽ 7 സുജൂദ് ചെയ്യണം അല്ലേ? അതെ അതെ, സൂറത്ത് ഒഴിവാക്കിയാലും ചെയ്യണം. വാജിബാത്ത് ഒഴിവാക്കിയാൽ ചെയ്യണം. കുനൂത്ത് നഷ്ടപ്പെടുന്നതായാലും സുജൂദ് ചെയ്യണം. കുനൂത്ത് എവിടെ ഉള്ളത്? വിത്തറിലോ? വിത്തറില്. ഓക്കെ. അപ്പൊ 7 സുജൂദിലൂടെ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തുൽ ഇല്ലാ എന്ന് പറഞ്ഞിട്ട് 7 സുജൂദ് ചെയ്യാം അല്ലേ? ഞങ്ങൾക്ക് അത്തഹിയാത്തുൽ ഇല്ലാഹി മുബാറകാത്തില്ല. മുബാറകത്തില്ല. ശരിയാണ്. തഹിയാത്തുൽ ഇല്ലാ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? 7 സുജൂദ് ചെയ്യാം. അല്ല, അത് മൊത്തം ഓതിട്ട് എന്നിട്ട് 7 സുജൂദ് ചെയ്യാം. എന്നിട്ട് വലത്തേക്കൊരു സലാം വീട്ടി 7 സുജൂദ് ചെയ്യാം.
ആ വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കുക. വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കാനാ? ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങോട്ട് പിന്നെ 2 സലാം വീട്ടുക അല്ലേ? അതിന് വിശദമായിട്ടുള്ള രീതി നമുക്ക് പറയാൻ മതി, നോക്കാം. ഓക്കെ. ഓക്കെ, നമ്മളെന്ന് അവസാനിപ്പിക്കുക പോരെ? മതി, കുഴപ്പമില്ല. اللهم صل وسلم على سيدنا محمد وآله وصحبه أجمعين. اللهم اجعلنا من عباد الله الصالحين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم اختم أجالنا بكلمة التوحيد لا إله إلا الله واجعلنا من عبادك المحسنين. اللهم ارزقنا علما نافعا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.